കാരണം തുച്ഛമായ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വാങ്ങാവുന്ന ഒരു മുതലല്ല സ്വർഗമെന്ന് പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം ചുരുങ്ങിയത് 1000 കൊല്ലം ജീവിച്ചിട്ടുണ്ടാകും. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് അൽഫസനത്തിൻ ഇല്ലാ 50 ആമ. നൂഹ് നബിയുടെ കാലയളവ് 1050 കൊല്ലം കുറവെന്നാണ്. എന്ന് പറഞ്ഞാൽ 950 കൊല്ലം. ആ കാലത്തെ വിശ്വാസികൾ അത്രയും കർമ്മങ്ങൾ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ ആയുസ് നബി പറഞ്ഞത് മാബൈന 60 വ 70, 60നും 70നും ഇടയിലാണ്. അപ്പോൾ 65 ആവറേജ്. അതിലെത്ര കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും? കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, താങ്കളുടെ കാര്യം എന്താണ് പ്രവാചകരെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഞാനും അങ്ങനെ തന്നെയാണ്. ഇല്ലാ അൻ യതഅമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നെ ആവരണം ചെയ്യണം, അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിയണം, അല്ലാതെ ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് വിശുദ്ധ റമദാനിൻ്റെ പുണ്യമായ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. സ്വർഗം ചോദിച്ചു വാങ്ങേണ്ട അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ്. അത് വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകമായി ഒരുക്കി വച്ചതാണ്. നമ്മൾ എത്രമേൽ അത് ചോദിക്കുന്നു. അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് അർ-റഹ്മാൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കരുണ ചെയ്യുന്നവനാണ്. വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും പറമ്പിൽ മഴ പെയ്യും. സത്യനിഷേധി വിത്തിട്ടാലും വിശ്വാസി വിത്തിട്ടാലും മുളച്ച് കായ്ഫലങ്ങൾ കായ്ക്കും. എല്ലാവർക്കും സൂര്യപ്രകാശവും വായുവും വെള്ളവും ലഭിക്കും. അതാണ് അർ-റഹ്മാൻ. എന്നാൽ പരലോകത്ത് അങ്ങനെയല്ല. അർ-റഹീം, അത് വിശ്വാസികൾക്ക് മാത്രമായി അള്ളാഹു നൽകുന്ന കാരുണ്യമാണ്. ആ കാരുണ്യമാണ് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടത്. അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ 100 ഭാഗമാക്കി വിഭജിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ബാക്കി 99 ഭാഗവും വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു നാളെ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പം പടച്ചവൻ നമുക്ക് വേണ്ടി ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അത് ചോദിച്ചു വാങ്ങുക എന്നതാണ് വിശുദ്ധ റമദാനിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മുടെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ദാറുസ്സലാം എന്നാണ് സ്വർഗത്തിന് നൽകിയിരിക്കുന്ന മറ്റൊരു പേര്, സമാധാനത്തിൻ്റെ ഭവനം. ലാ യസ്മഊന ഫീഹാ ഇല്ലാ ലഅവൻ വലാ കിദ്ദാബ, ലഅവൻ വലാ തഅ്സീമ എന്നൊക്കെ ഖുർആൻ പറഞ്ഞു. അവിടെ അനാവശ്യമായ സംസാരമില്ല, കുറ്റപ്പെടുത്തലുകളും കുത്തിപ്പറയലുകളും വേണ്ടാത്ത വർത്തമാനങ്ങളുമില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, പരസ്പരം സമാധാനം സമാധാനം എന്ന അഭിവാദ്യം മാത്രമേ അവിടെ ഉള്ളൂ. ഈ ലോകത്ത് മനുഷ്യൻ്റെ വലിയ പരാതി എന്താ? ആകെ കുറ്റപ്പെടുത്തുകയാണ്. ഒരു സ്വൈര്യമില്ല. വീട്ടിലേക്ക് ചെന്നാൽ, ജോലിസ്ഥലത്താണെങ്കിൽ മുതലാളിയുടെ ശല്യം, എവിടെയായിരുന്നാലും പ്രശ്നങ്ങൾ. രാജ്യത്ത് മുസ്ലിങ്ങൾ എന്നുള്ള നിലയിലുള്ള പ്രശ്നം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ. സ്വർഗം മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശറിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിലും വിഭാവനം ചെയ്തിട്ട് പോലുമില്ലാത്തതാണ് സ്വർഗം. ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു മനുഷ്യൻ്റെ മനസ്സിലും ആലോചിച്ചിട്ടില്ലാത്തതുമാണ് സ്വർഗം എന്നാണ്. ഇസ്ലാമിലെ സ്വർഗത്തെ ഇസ്ലാമിൻ്റെ വിമർശകർ കളിയാക്കാറുണ്ട്. അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞത് പുഴയില്ലാത്ത മരുഭൂമിയിൽ അറബികളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയല്ല. പൗരാണികവും ആധുനികവുമായ മനുഷ്യൻ്റെ ആനന്ദങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും സങ്കല്പം ഇന്നും അതാണ്. എവിടേക്ക് ആൾക്കാർ ടൂർ പോകുക? നല്ല പ്രകൃതി, നല്ല ജലാശയങ്ങൾ, അരുവിയുടെ ഓരങ്ങൾ, വനാന്തരങ്ങൾ, ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ, മനോഹരമായ കാഴ്ചകൾ. അതിനാണ് സ്വർഗം. മനുഷ്യൻ്റെ ആ സൗന്ദര്യ സങ്കല്പമോ ആസ്വാദന സങ്കല്പമോ ഇന്നും മാറിയിട്ടില്ല. പുരുഷന്മാർക്ക് പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞു,
എന്നാൽ പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് മറ്റൊരു വിമർശനം. പുരുഷനെ സംബന്ധിച്ച് എപ്പോഴും സ്ത്രീയുടെ ഇണയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുക എന്നത് അവൻ്റെ ആസ്വാദനമാണ്. അത് കൂട്ടുകാരോടെങ്കിലും പറയും. സ്ത്രീ അങ്ങനെ പറയില്ല. സ്ത്രീ ഒരു പുരുഷനെ ശാരീരികമായി ഒരിക്കലും വർണ്ണിക്കൂല. പടച്ചോൻ അത് ആ രീതിയാണ് സ്വീകരിച്ചതെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. പിന്നെ സ്ത്രീകളെക്കുറിച്ച് എന്ത് പറഞ്ഞു? വലഹും ഫീഹ അസ്വാജും മുതഹറ, അവർക്കതിൽ പരിശുദ്ധമായ ഇണകളുണ്ട്. സ്ത്രീകൾക്കത് കേട്ടാൽ മതി. നല്ല സ്വഭാവമുള്ള പരിശുദ്ധരായ ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഇണസങ്കല്പമായി. പുരുഷന് അവൻ്റെ ഇണസങ്കല്പത്തിൽ സ്ത്രീയെ വർണ്ണിക്കുക എന്നത് അവൻ്റെ തൃപ്തിയുടെ ഭാഗമായതുകൊണ്ട്, അപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിയാലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് കൂടി കേൾപ്പിച്ചാണ് അവസാനിപ്പിക്കുക. നമ്മൾ ഈ റമദാനിൽ ചോദിക്കേണ്ടതാണ് അതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, മൻ ആമന ബില്ലാഹി വബറസൂലിഹി വഅഖാമസ്സലാത്ത വസ്വാമ റമളാന കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലൽ ജന്ന. നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും അതേപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പ്രവാചകനിൽ വിശ്വസിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം നൽകുക എന്ന് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. ജാഹദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾ. ഇന്ന് ജിഹാദ് എന്ന് പറഞ്ഞാൽ നമുക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സത്യത്തിൻ്റെ പാതയിലുള്ള ഏത് ത്യാഗ പരിശ്രമവും ജിഹാദാണ്. അതിക്കാലത്ത് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. റസൂലിൻ്റെ കാലത്ത് യുദ്ധമായിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജിഹാദാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ നുബശ്ശിറുന്നാസ്, ഈ സന്തോഷ വാർത്ത ഞങ്ങൾ ജനങ്ങളോട് പറയട്ടെയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ. റസൂൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെയാണെന്നാണ്. സ്വർഗത്തിലെ ഒരു പദവിയിലുള്ള ആൾ വേറൊരാളെ നോക്കുക. പ്രവാചകന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ പദവി അത് സ്വർഗത്തിൻ്റെ ഉന്നതിയിലാണ്. 100 പദവികളുണ്ട്. അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന, ത്യാഗം സഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണത്. മാ ബൈന ദറജതൈനി കമാ ബൈന അസ്സമാഇ വൽ അർള്, ഒരു പദവിയുടെയും മറ്റൊരു പദവിയുടെയും ഇടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള അന്തരമുണ്ട്. എന്നിട്ട് നബി പറഞ്ഞ കാര്യം, ഫഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. കാരണം ഫഇന്നഹു ഔസത്തുൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ മധ്യഭാഗമാണ്. വഅഅലൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ സിംഹാസനം അതിനു മുകളിലാണ്. മറ്റൊരു ഹദീസിൽ വമിൻഹു തുഫജ്ജിറു അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ അരുവികളെല്ലാം പൊട്ടിപ്പുറപ്പെടുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഈ റമദാനിൻ്റെ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ അള്ളാഹുവോട് നമ്മൾ സ്വർഗത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങണം. ഇസ്ലാമിലെ പ്രാർത്ഥനയുടെ ഒരു ഷർത്ത് എന്ന് പറഞ്ഞാൽ കിട്ടണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ചോദിക്കണം എന്നാണ്. കിട്ടി പോയാൽ പോയി എന്നുള്ളതല്ല, കിട്ടണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ചോദിക്കണം, പ്രതീക്ഷയോടുകൂടി ചോദിക്കണം. അത് ഏറ്റവും ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും വേണ്ടപ്പെട്ടവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.